അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ ഒരു കാട്ടാന ഇറങ്ങിയ കാര്യം പറഞ്ഞല്ലോ. ഈ പ്രദേശത്തെ കൃഷി മുഴുവൻ നശിപ്പിച്ചു. ഇന്നലെ രാത്രിയിൽ കപാലി എന്ന് പറയുന്ന കാട്ടാന ഇറങ്ങി കുഴപ്പമുണ്ടാക്കിയിരുന്നു. 1 മണിക്കൂർ റോഡിൽ നിന്നു. ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ചെക്ക് പോസ്റ്റിലേക്ക് വരാൻ ആളുകൾ കഴിഞ്ഞില്ല. സൂരജ് സജി കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ സൂരജ്. എസ്കെൻ, വെറ്റിലപ്പാറ അരൂർമൊഴിയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി കാട്ടാന എത്തിയത്. വ്യാപകമായ കൃഷിനാശമാണ് ഈ മേഖലയിൽ വരുത്തിയതെന്നുള്ളതാണ് പറയുന്നത്. നേരം പുലർന്ന് 7:15 മാത്രമാണ് ഈ ആനയെ തുരത്താനായത്. അതുവരെ ഈ ആന ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടും ഈ വനംവകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെയാണ് ഈ വ്യാപകമായ കൃഷിനാശത്തിലേക്കടക്കം ഈ കാര്യങ്ങൾ പോയത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം നേരം പുലർന്നതിന് ശേഷം പകർത്തിയ ദൃശ്യങ്ങളാണ്. അപ്പോൾ അത്രയും നേരം ആന ഈ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാളിയങ്ങര സലീമിന്റെ വീട്ടുപറമ്പിൽ ആയിരുന്നു ഈ ആന ഒടുവിൽ നിലയുറപ്പിച്ചിരുന്നത്. അവിടെ വ്യാപകമായ കൃഷിനാശമാണ് ആന വരുത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വെറ്റിലപ്പാറ അടക്കമുള്ള മേഖലകളിൽ ഈ കാട്ടാന ശല്യം അടക്കം രൂക്ഷമാണ്. എസ്കെൻ, ഇവർ സൂചിപ്പിക്കുന്നത് ഈ വേനൽ ശക്തി പ്രാപിച്ചിട്ടില്ല. പക്ഷേ വേനൽ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തുന്നത് തുടർച്ചയാവുകയാണ്. അങ്ങനെയെങ്കിൽ വേനൽ ശക്തിപ്പെടുമ്പോൾ എന്താകും സ്ഥിതി എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശാശ്വതമായ പരിഹാരം, അതായത് ഇവർ പറയുന്നത് ഈ ഫെൻസിംഗ് അടക്കം ഈ മേഖലയിൽ സ്ഥാപിക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ആ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു പരിഹാര നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ജനം ഇപ്പോൾ ആവശ്യപ്പെടുന്ന എസ്കെൻ.